മത്തി വാങ്ങിച്ച ദിവസങ്ങളിൽ മത്തി വെച്ചിട്ടുള്ളൊരു പെരട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. മത്തി നല്ല പോലെ കഴുകിയിട്ട് വരഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചാളായതുകൊണ്ട് 3 വര ഇട്ടിട്ടുള്ളൂ, വലുതൊക്കെയാണെങ്കിൽ അതനുസരിച്ച് വരഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഇനി ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ പെരിഞ്ജീരകം, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയാണ് കേട്ടോ നമുക്ക് ചാളയിൽ പുരട്ടി വെക്കേണ്ടത്. അപ്പോൾ ചാള അത് എടുത്ത് വെച്ചിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ചാള മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മീതേക്ക് ഈ മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ നല്ലപോലെ അല്ലാതെ ആക്കിയിട്ട് വേണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെറുതെ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് കുക്കർ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി ചതച്ചത് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചെറിയൊരു ബ്രൗൺ ആയാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് അതും ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചാണ് മത്തി ഓരോന്നായിട്ട് നിരത്തി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഫുള്ള് നിരത്തി വെച്ച ശേഷം ബാക്കി വന്ന ആ ഒരു മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അത് ഫുള്ളൊന്ന് വടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട ശേഷം കുറച്ച് വേപ്പിലയും കൂടി മുകളിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വേപ്പില ഇട്ട ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ 1 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. നമ്മുടെ മത്തിപ്പരട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ടൈം നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എപ്പോഴും മത്തീനെ കാണുമ്പോൾ ചെയ്ത് നോക്കണം തോന്നും. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.